2026 ഒരു മോഡുലാർ കിച്ചൺ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. I'm Della. Welcome to Belong Kitchen Appliances. Let's see 5 trending kitchen appliances that makes your kitchen smarter and more efficient. നമ്മളുടെ ഈ ഫാസ്റ്റ് മൂവിംഗ് ലൈഫ് സ്റ്റൈലിന് ഒരു മസ്റ്റാവായി വരുന്നതാണ് ഡിഷ് വാഷർ. 3 ടൈപ്സ് ഓഫ് ഡിഷ് വാഷേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്രീ സ്റ്റാൻഡിംഗ് ഡിഷ് വാഷർ, ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡിഷ് വാഷർ ആൻഡ് കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷേഴ്സ്. ഫ്രീ സ്റ്റാൻഡിംഗ് ഡിഷ് വാഷേഴ്സ് ഒരു സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. മോഡുലാർ കിച്ചണിൻ്റെ ഒരു ഫ്രീ സ്പേസിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. റെൻറ്റഡ് ഹോംസ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ മൂവ് ഓൺ ചെയ്യുന്നവർക്ക് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഫ്രീ സ്റ്റാൻഡിംഗ് ഡിഷ് വാഷർ. മോഡുലാർ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിലാണ് ബിൽറ്റ് ഇൻ ഡിഷ് വാഷേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫ്രണ്ട് ഫേഷ്യ എപ്പോഴും മോഡുലാർ കിച്ചൻ്റെ ഷട്ടറിൻ്റെ ഫിനിഷ് തന്നെയായിരിക്കും വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഡിഷ് വാഷേഴ്സിൽ 2 ടൈപ്സ് ഉണ്ട്, സെമി ഇൻ്റഗ്രേറ്റഡും ഫുള്ളി ഇൻ്റഗ്രേറ്റഡും. അപ്ലയൻസസ് വിസിബിൾ ആവാതെ ഡിസൈൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിൽറ്റ് ഇൻ ഡിഷ് വാഷർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡിഷ് വാഷേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് സ്പേസ് ഉള്ള അപ്പാർട്ട്മെൻറ്റ്സിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷേഴ്സ്. അപ്രോക്സിമേറ്റ്ലി 60 സെൻറ്റിമീറ്റർ ആയിരിക്കും കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷറിൻ്റെ ഹൈറ്റ് വരുന്നത്. മോഡുലാർ കിച്ചണിൽ ഒരു സീംലെസ് കൗണ്ടർ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് ബിൽറ്റ് ഇൻ ഹോബ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. കൗണ്ടർ ടോപ്പിൽ ഒരു കട്ടൗട്ട് സ്പേസിലായിരിക്കും നമ്മൾ ഈ ഹോബ്സിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഹുഡ് ആൻഡ് ചിമ്മിനി ചൂസ് ചെയ്യുമ്പോൾ വാൾ മൗണ്ടഡ് ചിമ്മിനീസിൽ നമുക്ക് T ഷേപ്പ്, കർവ് ടൈപ്പ്, സ്ലാൻഡിംഗ് ചിമ്മിനീസ് അവൈലബിൾ ആണ്. അതിൻ്റെ സക്ഷൻ പവർ അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ ഫീറ്റ് കവറേജ് നോക്കിയിട്ട് വേണം ചിമ്മിനി ചൂസ് ചെയ്യാൻ. മിനിമൽ ലുക്കും ഫാസ്റ്റ് കുക്കിങ്ങും ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ഹൈബ്രിഡ് കുക്ക് ടോപ്പും അവൈലബിൾ ആണ്. അതിൽ ഇൻഡക്ഷൻ പ്ലസ് ഹോബാണ് വരുന്നത്. ഇലക്ട്രിക് എനർജി പ്ലസ് ഗ്യാസ് എനർജിയാണ് നമ്മൾ ഹൈബ്രിഡിൽ ചൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ മാത്രമാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് എനർജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹോബിൽ തന്നെ ചിമ്മിനിയുടെ എക്സ്ട്രാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡൗൺ ഡ്രാഫ്റ്റ് ഹോബ്സ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്മെല്ല്, അതിൻ്റെ സ്മോക്കൊക്കെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പുൾ ചെയ്ത് എക്സ്ട്രാക്ഷൻ ചെയ്തെടുക്കുന്നു. നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ഷൻ പവർ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഐലൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഓപ്പൺ കിച്ചണിന് ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. കൗണ്ടർ ടോപ്പ് സ്പേസ് പോവാതിരിക്കാൻ നമുക്ക് ബിൽറ്റ് ഇൻ മൈക്രോവേവ് അല്ലെങ്കിൽ ഓവൻ ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൂടുതലായും ഒരു ടോൾ യൂണിറ്റിലാണ് ബിൽറ്റ് ഇൻ മൈക്രോവേവും അവനും ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണപ്പെടുന്നത്. ബിൽറ്റ് ഇൻ അവൻ അല്ലെങ്കിൽ മൈക്രോവേവ് അവനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡ്സിൽ വരുന്നതായിരിക്കും.